എല്ലാ കൂട്ടുകാർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കിടിലൻ സ്നാക്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനു വേണ്ടിയിട്ട് ഞാൻ 3 നേന്ത്രപ്പഴം എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പഴം ഇതുപോലെ വളരെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. 3 പഴവും വളരെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാകുന്ന ടൈമിൽ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഈത്തപ്പഴം വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇത് കോരി മാറ്റാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള നെയ്യിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നെയ്യ് ചേർക്കുന്നതിന് നെയ്യ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പഴം പകുതി ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. പഴം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പഴവും ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. മുഴുവൻ പഴവും വഴറ്റിയെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 5 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിയാണെങ്കിലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഈത്തപ്പഴവും അതിൻ്റെ 1/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് സ്പൂൺ കൊണ്ടുവന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് കായ്പോള റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് പാത്രം നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് എല്ലാ വശത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അടിവശം കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ പാന് അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് പോളപ്പാത്രം വെച്ചിട്ടുള്ളത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. സ്പൂൺ കൊണ്ട് എല്ലാ വശവും ഒരുപോലെ ആക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂടി തുറന്ന് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വറുത്ത മുന്തിരിയും അണ്ടിപ്പരിപ്പും ഈത്തപ്പഴമൊക്കെ ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്ത് ഒന്നുകൂടി ഒരു 5-10 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ 25 മിനിറ്റായി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് ടൈം കൂടി വേവിച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് അതിൻ്റെ മുകൾ വശം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.